ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 218 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയെ സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ കാലാനുക്രമമായി മനസ്സിലാക്കാനുള്ള നമ്മുടെ ധ്യാന പരമ്പരയിലെ 24-ാം എപ്പിസോഡിന് ശേഷം, അതായത് എപ്പിസോഡ് നമ്പർ 208-ാം എപ്പിസോഡിന് ശേഷം 2025 വലിയ നോമ്പ് കാലത്തെ ധ്യാനങ്ങളാണല്ലോ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. തുടർന്ന് എൻ്റെ ഔദ്യോഗിക സ്ഥലംമാറ്റവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം പുതിയ എപ്പിസോഡുകൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലൂടെ ചില നാളുകൾക്ക് ശേഷം നിങ്ങളുമായി സംവദിക്കുവാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിന് സ്തോത്രം കരറ്റുന്നു. ഒപ്പം വിവിധ മുഖാന്തരങ്ങളിലൂടെ ഈ പഠന പരമ്പരയെക്കുറിച്ച് അന്വേഷിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. മുമ്പ് സൂചിപ്പിച്ച പരമ്പരയിലെ 24-ാം എപ്പിസോഡ് ലൂക്കോസും മത്തായിയും രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാചകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ലൂക്കോസ് 6:17 മുതലുള്ള വാക്യങ്ങൾ: അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നും അവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയിൽ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ സീദോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും അവൻ്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. ഇനി മത്തായി 5:1-2 വാക്യങ്ങൾ നോക്കുക. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്ക വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ എന്നാണ് അവിടെ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ കാമ്പും ലോക മതഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായതുമായ യേശുവിൻ്റെ പർവ്വത പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം സംഭവിക്കുകയാണ് അവിടെ. അത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 2-ാം വത്സരത്തിൻ്റെ പ്രാരംഭത്തിലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ലോകം ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ തിരുമൊഴികളാണവ. യേശുവിൻ്റെ പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം എന്നൊക്കെ അറിയപ്പെടുന്ന ആ വേദഭാഗങ്ങളുടെ വിശദമായ ഒരു പഠനത്തിന് ഈ എപ്പിസോഡ് മുതൽ നാം ഒരുങ്ങുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5, 6, 7 എന്നീ അധ്യായങ്ങളിലായി 107 വാക്യങ്ങളിൽ ഇത് സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു. എന്നാൽ ലൂക്കോസ് ആവട്ടെ താൻ എഴുതിയ സുവിശേഷത്തിൽ കുറേ ഭാഗം മാത്രം, അതും വിവിധ സ്ഥലങ്ങളിലായാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ നാം ഒരു വിശദമായ പഠനത്തിനായി ശ്രമിക്കുന്നത് കൊണ്ട് പ്രധാനമായും മത്തായി എഴുതിയ സുവിശേഷത്തിലെ വിവരണമാണ് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില പ്രാഥമിക വിവരങ്ങൾ പ്രതിപാദിക്കട്ടെ. ലൂക്കോസിൻ്റെ വിവരണം അനുസരിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഉടൻ അവരോട് പറഞ്ഞ വാക്കുകളാണ് ഇവ. ആ അർത്ഥത്തിൽ താൻ ആരംഭിച്ചിരിക്കുന്ന മഹത്തരമായ നവസംരംഭത്തിൻ്റെ പ്രവർത്തകരാകാൻ താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന നിയോഗ വിവരണം എന്ന നിലയിൽ ഇതിനെ ദി ഓർഡിനേഷൻ അഡ്രസ് ടു ദ 12 എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. തൻ്റെ പ്രവർത്തനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു പുതിയ രാജ്യത്തിൻ്റെ നിയമസംഹിതയുടെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ ദി മാഗ്ന കാർട്ട ഓഫ് ദ കിങ്ഡം എന്നും ആ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവിൻ്റെ പ്രകടന പത്രികയുടെ പ്രഖ്യാപനം എന്ന നിലയിൽ ദ മാനിഫെസ്റ്റോ ഓഫ് ദ കിങ് എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. ഏതൊക്കെ വിധത്തിൽ നാമകരണം ചെയ്യാൻ ശ്രമിച്ചാലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം,
തൻ്റെ ശിഷ്യന്മാരോടുള്ള യേശുവിൻ്റെ ഉപദേശങ്ങളുടെ സാരാംശമാണ്, കാതലാണ് ഇത് എന്നതാണ്. ഇവിടെ ശിഷ്യന്മാർ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് വളരെ വിശാലമായ ഒരു അർത്ഥത്തിലാണ്. കാരണം ശിഷ്യന്മാർ എന്ന് നാം പറയുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പഠന പരമ്പര ശ്രദ്ധയോടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ യേശു പല സമയത്തും പല സന്ദർഭങ്ങളിലുമായാണ് തൻ്റെ ശിഷ്യരാവാൻ ആളുകളെ വിളിക്കുന്നത് എന്നത് ഒന്നാമത്തെ കാര്യം. യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന വിശേഷണത്തിന് അർഹരായവർ 12 പേർ മാത്രമല്ല എന്നത് മറ്റൊരു കാര്യം. അതായത് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഒന്ന്, അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിൽ ചെന്നു, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തുവെന്ന് ലൂക്കോസ് 6:13 കാണുന്നു. അതായത് തന്നോടൊപ്പം ഉണ്ടായിരുന്നവരിൽ നിന്ന് 12 പേരെ അവൻ തിരഞ്ഞെടുത്തു എന്നാണ് അതിനർത്ഥം. 2, യേശു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും തനിക്ക് മുൻപായി 70 പേരെ നിയമിക്കുന്നതായി ലൂക്കോസ് 10:1 നാം വായിക്കുന്നുണ്ട്. 3, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ നാൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളുടെ പേര് ക്ലെയോപ്പാവ് എന്നായിരുന്നുവെന്ന് ലൂക്കോസ് 24:18 പറഞ്ഞിരിക്കുന്നു. അത് 12 പേരിൽ ഉൾപ്പെട്ട പേരല്ല എന്ന് നമുക്കറിയാം. 4, അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചുവെന്ന് മർക്കോസ് 3:13 രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, യേശു താൻ തിരഞ്ഞെടുത്ത ശിഷ്യഗണത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ എന്നതുപോലെ തന്നെ യേശു കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള നിയോഗ സിദ്ധാന്തം കൂടെയാണ് പർവ്വത പ്രസംഗം എന്ന് നിസ്സംശയം പറയാം. അതുപോലെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ മത്തായിയുടെ വിവരണം വായിക്കുമ്പോൾ കാണുന്നതനുസരിച്ച് യേശുവിൻ്റെ ഈ വാക്കുകളെല്ലാം ഒരു പ്രാവശ്യമായി നടത്തിയ ഒരു പ്രസംഗത്തിലെ വാക്കുകളാണോ എന്നത് സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. മത്തായി 5:1-2 വാക്യങ്ങൾ പറയുന്നത്, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്ക വന്നു, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ എന്നാണ്. തുടർന്ന് 5, 6, 7 അധ്യായങ്ങളിലായി യേശു പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയതിന് ശേഷം 8-ാം അധ്യായം ആരംഭിക്കുന്നത് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു എന്നാണ്. അതായത് ഈ 3 അധ്യായങ്ങളിലായി നൽകിയിരിക്കുന്ന പ്രഭാഷണം നൽകിയതിന് ശേഷം യേശു ആ മലയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് ഈ വിവരണം അർത്ഥമാക്കുന്നത്. എന്നാൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് പല സമയത്തായി നൽകിയ ഉപദേശങ്ങളുടെ ഒരു സംഗ്രഹമാണ്, അഥവാ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്ന് പറയാം. എന്തു തന്നെയായാലും യേശുവിൻ്റെ ദൈവരാജ്യ സന്ദേശത്തിൻ്റെ കാമ്പും കാതലും ഇവിടെ സംക്ഷേപിച്ചിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും, യേശുവിൻ്റെ ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന ആരും ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട, ശരിക്കും പഠിപ്പിക്കേണ്ട, അതിലേറെ ശരിക്കും പ്രവർത്തിച്ച് കാണിക്കേണ്ട സത്യസന്ദേശങ്ങളുടെ അമൂല്യ നിധിശേഖരമാണ് യേശുവിൻ്റെ പർവ്വത പ്രസംഗം. ഇനി വരുന്ന ചില എപ്പിസോഡുകളിലൂടെ യേശുവിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ ഒരു ധ്യാന വായനയ്ക്ക് നാം ഒരുങ്ങുകയാണ്. എണ്ണമില്ലാത്ത വ്യാഖ്യാനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിധേയമായിട്ടുള്ള ഈ വിഷയത്തെ ഒരു ആമുഖമെന്നോണം വളരെ പ്രാഥമികമായ വിധത്തിൽ ഒരു വായനയ്ക്ക് ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പർവ്വത പ്രസംഗം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അനിതരസാധാരണമായ ഒരു ജീവിത രീതിയെയാണ് യേശു ഇവിടെ വരച്ചിടുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ മിക്കതും ആധുനിക മനുഷ്യർ പിന്തുടരുന്ന ജീവിത ശൈലിക്ക് ഘടകവിരുദ്ധമായ ഒരു ജീവിത രീതിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നതും ഒരു വെല്ലുവിളിയായി നാം കാണേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതായത്
നിലവിലിരുന്ന ജീവിത രീതിക്ക് ബദലായ ഒരു ജീവിത വീക്ഷണം. ലോക ചരിത്രത്തിൽ മാനവരാശിയുടെ ശ്രദ്ധയെ ഇത്രത്തോളം ആകർഷിച്ച മറ്റൊരു മതപ്രഭാഷണമില്ല എന്നത് തർക്കമറ്റ വിഷയമാണ്. ക്രൈസ്തവേതരരായ തത്വചിന്തകരും സാമൂഹ്യ പരിഷ്കർത്താക്കളും പോലും യേശുവിൻ്റെ പർവ്വതപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്ന നൈതികമായ ധാർമ്മികതയെ അഭിലമിക്കുന്നവരാണ് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സത്യമാണ്. കാറൽ മാർക്സ്, മഹാത്മാഗാന്ധി തുടങ്ങിയവരൊക്കെ ഉദാഹരണങ്ങളാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെയും ചിന്തകളെയും പ്രഭാഷണങ്ങളെയും എല്ലാം യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവ വെറും കുറേ വാചകങ്ങളല്ല, പ്രത്യുത അനുഗ്രഹീതമായ സ്വർഗതുല്യമായ ഒരു ജീവിതത്തിനുള്ള സ്വർഗീയ രൂപരേഖയാണ്. അവ യേശു കർത്താവിൻ്റെ അരുളപ്പാടുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർക്ക് ദൈവം ഉറപ്പ് നൽകുന്ന സ്വർഗീയ വാഗ്ദത്തങ്ങളാണ് എന്ന് പറയാം. അവ ഏതെങ്കിലും ഭാവി കാലത്ത് അനുഭവിക്കാമെന്ന് സ്വപ്നം കാണുന്ന എന്തെങ്കിലുമല്ല. ഇപ്പോൾ, ഇന്ന്, ഈ വർത്തമാനകാലത്ത് അനുഭവവേദ്യമാകുന്ന അനുഗ്രഹങ്ങളാണ്. അതിലുപരി അവ ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്കോ സമൂഹത്തിനോ മാത്രമുള്ളതല്ല. പ്രത്യുത ഞാൻ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ യേശു കർത്താവിൻ്റെ അരുളപ്പാടുകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അനുഭവിക്കാവുന്ന സ്വർഗീയ അനുഭവമാണ്. മത്തായി വിവരിക്കുന്നതനുസരിച്ച് യേശു പർവ്വത പ്രസംഗം അവസാനിപ്പിച്ച് കഴിഞ്ഞ ഉടൻ പറയുന്നത് തൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന ബുദ്ധിമാനെക്കുറിച്ചും അങ്ങനെ ചെയ്യാത്ത മഠയനെക്കുറിച്ചുമാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. മത്തായി 7:24 മുതൽ 27 വരെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെടാത്ത പർവ്വത പ്രസംഗത്തിൻ്റെ അന്തസത്ത ഇന്നത്തെ കാലത്ത് മറ്റെന്നത്തേക്കാളും ഉപരി പ്രസക്തമാണ് എന്നതാണ് പരമാർത്ഥമായ ഒരു സത്യം. അതുകൊണ്ട് അതിൻ്റെ ഒരു വിശദമായ പഠനം അത്യന്താപേക്ഷിതവും കാലിക പ്രസക്തവുമാണ് എന്ന് ഞാൻ കരുതുന്നു. നാം ആ വേദഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ മത്തായി 5:1-2 വാക്യങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലമൊരുക്കലാണ് എന്ന് മനസ്സിലാക്കാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലയിൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്ക വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ച് എന്തെന്നാൽ എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ലൂക്കോസ് ആവട്ടെ, അവൻ രാത്രി മുഴുവൻ മലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും നേരം വെളുത്തപ്പോൾ അവരോടൊപ്പം ഇറങ്ങി സമഭൂമിയിൽ നിന്നുവെന്നും അവിടെ വെച്ച് അവൻ അവരോട് സംസാരിച്ചു എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് 6:12 മുതലുള്ള വാക്യങ്ങൾ. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ രണ്ട് എഴുത്തുകാരും സൂചിപ്പിക്കുന്നത് ഒരേ സ്ഥലം തന്നെയാണെന്നും ഗലീലക്കടലിൻ്റെ ചുറ്റുപാടുമുള്ള ധാരാളം കുന്നിൻ പ്രദേശങ്ങളിൽ തന്നെയുള്ള ഒരു സമഭൂമിയിൽ വെച്ചാണ് യേശു പ്രസംഗിച്ചത് എന്നും മനസ്സിലാക്കാം. ഇന്ന് ഇസ്രായേലിൽ ചെന്നാൽ കാണുന്ന ഗലീലക്കടലിൻ്റെ വടക്ക് കിഴക്കേ കരയിലുള്ള ഒരു കുന്നിൻ ചരിവിലെ സമതല പ്രദേശമാണ് മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്നത് എന്നത് പ്രസ്തുത ആശയത്തെ പ്രസക്തമാക്കുന്നുണ്ട്. യേശു മലയിലേക്ക് കയറിപ്പോയത് യഹോവയായ ദൈവത്തിൽ നിന്നുള്ള കൽപ്പനകൾ സ്വീകരിക്കാനായി മോശെ സീനായ് പർവ്വതത്തിലേക്ക് കയറിപ്പോയതുമായി താരതമ്യപ്പെടുത്തുന്ന വേദപണ്ഡിതരുമുണ്ട്. യേശുവിനെ പുതിയ മോശയായും പുതിയ നിയമദായകനായുമാണ് അക്കൂട്ടർ ചിത്രീകരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ശരിക്കും പഠിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് പകരം താൻ വായിച്ചു വളർന്ന ന്യായപ്രമാണത്തിലെ ദൈവഹിതത്തിൻ്റെ പുനർവ്യാഖ്യാനം മാത്രമാണ് യേശു നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മേൽ സൂചിപ്പിച്ച മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സിൽ ഇരുന്നു കൊണ്ട് പലതവണ എൻ്റെ മുമ്പിലിരുന്ന ജനത്തെ യേശുവിൻ്റെ പർവ്വത പ്രസംഗം വായിച്ചു കേൾപ്പിക്കുവാനും അതിൻ്റെ അന്തസത്ത വിശദീകരിച്ചു കൊടുക്കുവാനും എനിക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരുറ്റിക്കൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.
3 മുതലുള്ള വാക്യങ്ങളെ ഭാഗ്യവർണ്ണനകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അത് വിശദമായി ധ്യാനിക്കേണ്ടതുണ്ട്. പർവ്വത പ്രസംഗത്തിലെ ഭാഗ്യവർണ്ണനകളുടെ ധ്യാന വ്യാഖ്യാനവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ദൈവം നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.